വെൽക്കം ടു ടീംസ് കിച്ചൺ സീക്രട്സ്. നമ്മൾ ഇന്ന് നല്ലൊരു തോരനാണ് ഉണ്ടാക്കാൻ പോകുന്നത്. പിള്ളേർക്ക് ഈ വെജിറ്റബിൾ ഒക്കെ കഴിക്കാൻ ഭയങ്കര മടിയായിരിക്കും. അപ്പം നമ്മൾ ഈ കളർഫുൾ ആയിട്ടുള്ള വെജിറ്റബിൾസ് ഒക്കെ ഇട്ട് മിക്സ് ചെയ്തൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ആ ഒരു കളർ കണ്ടെങ്കിലും അവർക്ക് കഴിക്കാൻ ഒരു ഇൻട്രസ്റ്റ് തോന്നും. അതിനായിട്ടാണ് ഈ ഒരു കളർ കോമ്പിനേഷനിലൊക്കെ മാറി മാറി ഓരോന്ന് ചെയ്തിടുന്നത്. അപ്പം ഞാനൊരു 1/2 കിലോ കോവയ്ക്കാണ് എടുത്തേക്കുന്നത്. ഒരു 2 ക്യാരറ്റ്, ഒരു മീഡിയം സൈസ് 2 ക്യാരറ്റ്, ഒരു സവോള. പിന്നെ നമുക്ക് വേണ്ടത് ആവശ്യത്തിന് തേങ്ങ, ഒരു 1/4 ടീസ്പൂൺ ജീരകം, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 3 പച്ചമുളക്. ഇത് എരിവുള്ള പച്ചമുളകാണ്. മുളകൊക്കെ നമ്മുടെ ആവശ്യത്തിന് എരിവിനനുസരിച്ച് ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളാണ് അതൊക്കെ. അപ്പൊ ഇതൊന്ന് ക്രഷ് ചെയ്തെടുക്കാവേ. എന്നിട്ട് നമുക്ക് കുക്കിംഗ് തുടങ്ങാം. നമ്മളിവിടെ ഒരു കടായി എടുത്ത് വെച്ചിട്ടുണ്ട്. ആദ്യം ഞാൻ ഇതങ്ങ് വേവിച്ചെടുക്കാമെന്ന് വിചാരിക്കുവാണ്. വഴറ്റാതെ നമ്മളിതങ്ങ് വേവിച്ചെടുക്കുക. ഇതെല്ലാം കൂടെ ചേർത്തിട്ട് കോവയ്ക്ക, ക്യാരറ്റ്, ഉള്ളി, ഇതാദ്യം നമുക്ക് കടുക് പൊട്ടിച്ച് വഴറ്റി വേണേലും എടുക്കാം. പക്ഷെ ഞാൻ ഇങ്ങനെയാണ് ചെയ്യുന്നത്. കണ്ടോ, നല്ല കളർഫുൾ ആയിട്ട് കിടക്കുന്നത്. അപ്പം നമ്മുടെ കുഞ്ഞുങ്ങളും കൂടെ കുറച്ച് തോരനൊക്കെ കഴിക്കും കേട്ടോ. വെജിറ്റബിളൊക്കെ എല്ലാവരും കഴിക്കേണ്ടതല്ലേ. പിന്നെ നമ്മൾ ഇതാണ്ട് ഈ തേങ്ങ ഇവിടെ ഇങ്ങനെ ചതച്ച് വെച്ചിട്ടുണ്ട്. ഇതിനകത്തോട്ടൊരു സ്വല്പം വെള്ളം കൂടെ ഒഴിച്ച് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ആദ്യം ഒരു ചെറിയ കപ്പിന് ഒരു 1/2 കപ്പ് വെള്ളം ഉണ്ട് ഇത്. കാരണം ഈ കോവയ്ക്കായും ക്യാരറ്റിനാണേലും ഒരു സ്വല്പം വേവ് ഉള്ളതാണ്. ഒരു സ്വല്പം വെള്ളം ഒഴിച്ച് വേണം വേവിക്കാൻ. ഈ ഗ്യാസ് കത്തിച്ച് കൊടുത്തു. ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണേ. എന്നിട്ട് നമുക്ക് ഇത് മിക്സ് ചെയ്ത് നോക്കിയിട്ട് ഉപ്പുണ്ടോ എന്ന് നോക്കി, ഇല്ലെങ്കിൽ മാത്രം കുറച്ച് ഇട്ടാൽ മതി. ആദ്യം അങ്ങ് കൂടിപ്പോകല്ലേ. എല്ലാ ചേരുവകളും കറക്റ്റ് ആണേ പോലും ഉപ്പ് കറക്റ്റ് അല്ലെങ്കിൽ ആ കറിയുടെ ടേസ്റ്റ് പോകും. അതുകൊണ്ടാണ് എല്ലാത്തിനും ഞാനത് ഓർമ്മിപ്പിക്കുന്നത്. പിന്നെ വീഡിയോ ഒക്കെ കാണുമ്പോഴുണ്ടല്ലോ, ആദ്യം മുതൽ ഫുള്ള് വീഡിയോ കാണാൻ നോക്കണം. കാരണം എന്തേലും ചെറിയ ടിപ്സ് ഒക്കെ ഇടയ്ക്ക് ഞാൻ പറയുവേ. അപ്പോൾ അതൊക്കെ മനസ്സിലാകണമെങ്കിൽ ഈ വീഡിയോ എല്ലാം കാണണം. ഇനി നമുക്കിത് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഓരോ ഞാൻ ഇടയ്ക്കൊക്കെ ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കുന്നുണ്ടായിരുന്നേ. ഇനി നമുക്ക് നോക്കാം. ഇതൊരു 7-8 മിനിറ്റായി ഞാനിത് വേവിക്കാൻ ഇവിടെ വെച്ചിട്ട്. നമ്മൾ ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ടായിരുന്നു. 1/2 കപ്പ് വെള്ളമേ ഞാൻ ഒഴിച്ചിട്ടുള്ളൂ ഇത് വേകാൻ. ഒന്നാണ്ട് ഇപ്പോൾ വെള്ളമൊക്കെ വറ്റിയിട്ട് ഇത് നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഒരുപാട് അങ്ങ് കുഴഞ്ഞു പോകരുത് തോരന്. അപ്പോൾ പിന്നെ കാണാനും ഒരു ഭംഗിയില്ല. കഴിക്കുമ്പോഴാണേലും ചിലർക്ക് അത് ഇഷ്ടമാകില്ല, ഒത്തിരി അങ്ങ് കുഴഞ്ഞു പോകുന്നത്. എന്നാൽ വെന്ത് കിട്ടുകയും വേണം. അപ്പം നിങ്ങളത് ശ്രദ്ധിച്ചിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്ത് അങ്ങനെ വേണം ചെയ്യാൻ. ഇനി ഒരു 2 മിനിറ്റ് സിമ്മിൽ അങ്ങ് വെച്ചാൽ ഇത് ഓക്കെ ആയി കിട്ടും. നമ്മൾ സിമ്മിൽ വെച്ചിട്ട് ഇപ്പോൾ 2 മിനിറ്റായി. ഇതിൻ്റെ വെള്ളം എല്ലാം നന്നായിട്ട് വറ്റിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഫ്ലെയിം അങ്ങോട്ട് കൂട്ടി കൊടുക്കണേ. ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് ഒരു 2 മിനിറ്റ് ഇങ്ങനെ ഒന്ന് ആക്കിയെടുക്കണം. അപ്പം അതിൻ്റെ ആ ഒരു ഉള്ള വെള്ളം കൂടെ ഒന്നും വറ്റി നല്ല ഡ്രൈ ആയിട്ട് കിട്ടുവേ. ഞാനൊരു ചെറിയൊരു കടായി വെച്ചിട്ട് ഞാൻ ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഒരു 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കാണുവേ. എണ്ണ ചൂടാകുമ്പോൾ നമുക്ക് അത് ഒരു കടുക് ഇട്ട് നോക്കണം ആദ്യം. എപ്പോഴും ഞാൻ കടുക് ഇടുമ്പോൾ പൊട്ടാതെ വരുവേ. നമ്മൾ വിചാരിക്കും എണ്ണയൊക്കെ ചൂടായെന്ന്, പക്ഷെ ചൂടായി കാണില്ല. അപ്പം നമ്മൾ 1-2 കടുക് ഒന്ന് ഇട്ട് നോക്കിയാൽ മതി. അത് പൊട്ടുമ്പോൾ ബാക്കി ഇട്ടാൽ മതി. ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി ആ ഫ്ലേവർ ശരിക്കും ആ എണ്ണയിലോട്ട് ഇറങ്ങണേ. ഇനി നമുക്ക് ചുവന്നുള്ളി ഇട്ട് കഴിയുമ്പം വറ്റൽമുളക് ഇട്ട് കൊടുക്കണേ. ഇനി നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കും. ആ ഉള്ളി ഒരു ബ്രൗൺ കളറായി വരുന്നുണ്ടോ, അപ്പം നമുക്കതങ്ങ് നിർത്തിയേക്കണേ. ഇനി നമുക്ക് ഈ തോരനിലേക്ക് ഇത് ഒഴിച്ചു കൊടുത്താൽ മതി. ഉള്ളി ഒരിക്കലും ഒരു വല്ലാതെ കരിഞ്ഞു പോകരുതേ. രണ്ട് മിനിറ്റും കൂടെ നമ്മളൊന്ന് ഇതുപോലൊന്ന് വഴറ്റി അങ്ങ് കൊടുത്താൽ മതി. അപ്പോഴത്തേനും നമ്മുടെ കോവയ്ക്ക ക്യാരറ്റ് തോരൻ റെഡിയായേ. ഇനി നമുക്കൊരു ബൗളിലേക്ക് അങ്ങ് മാറ്റിയാൽ മതി. നമ്മുടെ നല്ല ഹെൽത്തി ആയിട്ടുള്ള കോവയ്ക്ക ക്യാരറ്റ് തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല കളർഫുൾ ആയതുകൊണ്ട് കുട്ടികൾക്കൊക്കെ ഇത് ഇഷ്ടമാകും. അവർ കുറേയൊക്കെ കഴിക്കും കേട്ടോ. അപ്പോൾ ഈ ഡയബറ്റിക് പേഷ്യൻസിനൊക്കെ ഉണ്ടല്ലോ, ഈ കോവയ്ക്ക ഭയങ്കര നല്ലതാണ് കേട്ടോ. നമുക്കിപ്പം വല്ലാണ്ട് വിശക്കുമ്പോൾ ചോറൊക്കെ ഇന്ന് കുറച്ചിട്ട് ഈ ഒരു തോരനൊക്കെ കുറച്ച് കൂടുതലൊക്കെ കഴിക്കുക കേട്ടോ. ഡയബറ്റിക് പേഷ്യൻസിന് മാത്രമല്ല, എല്ലാവർക്കും നല്ലതാണ്. അപ്പം ഞാൻ എടുത്ത് പറഞ്ഞതേ ഉള്ളൂ. ഇങ്ങനെ ഡിഫറെൻ്റ് ആയിട്ട് പല ടൈപ്പ് വെജിറ്റബിൾസ് മിക്സ് ചെയ്തുള്ള തോരനൊക്കെ കഴിക്കുവാണെങ്കിലുണ്ടല്ലോ, കാണാനും ഒരു കളർഫുൾ ആയിരിക്കും. നമ്മുടെ ഹെൽത്തിനും അത് ഭയങ്കര നല്ലതാണ്. നമ്മുടെ കണ്ണിനൊക്കെ ഭയങ്കര നല്ലതാണ് ക്യാരറ്റ് കേട്ടോ. കോവയ്ക്കാണേലും വളരെ വൈറ്റമിൻസ് ഒക്കെ ഉള്ളതാണ്. അപ്പോൾ ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്യുമ്പോൾ ആ ടേസ്റ്റിനും ഒരു വ്യത്യാസം വരും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. ചാനലൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. താങ്ക് യു.